അമേരിക്കയുടെ F-35 പോർ വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ആക്രമണം അമേരിക്ക സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ ഹൈഫ റിഫൈനറിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ പിന്നിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഹൈഫയിലും അതോടൊപ്പം തന്നെ മറ്റു ചില കേന്ദ്രങ്ങളിലും വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേലിലെ രണ്ട് പ്രധാനപ്പെട്ട റിഫൈനറികളിൽ തീപിടുത്തമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ നേതൃത്വം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്കും പിന്നിട്ട് മണിക്കൂറുകളിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും തെല്ലവീവ് ഉൾപ്പെടെ അതോടൊപ്പം അസ്ദോദ്, അസ്കലോൺ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. പിന്നിട്ട് 2 ദിവസങ്ങളിലെ പിന്നെ ഈ ഒരുപക്ഷെ യുദ്ധത്തിന്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വളരെ വ്യാപിപ്പിക്കുന്നതിന്റെ ഒരു സൂചന ഇന്നലെ മുതൽ തന്നെ പ്രകടമായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഖത്തറിൽ തന്നെയാണ്. ഖത്തറിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങളെ, വാതക കേന്ദ്രങ്ങളെ ഈ ആക്രമണം വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് അന്തർദേശീയ വിപണിയിൽ വലിയ തോതിൽ പ്രത്യാഘാതങ്ങളും ചലനങ്ങളും സൃഷ്ടിച്ചു. എണ്ണവിലയും വാതക വിലയിലും ഗണ്യമായിട്ടുള്ള വർധന രൂപപ്പെട്ടു. ഇതോടുകൂടിയാണ് അമേരിക്കയിലും പരിഭ്രാന്തി പ്രകടമായിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്ന് ഈ ഇറാനെതിരെ, ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വളരെ ശക്തമായി തന്നെ വിമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ദോഷത്തിന്റെ പുറത്ത് ഇസ്രായേൽ ചെയ്ത ഒരു ജോലിയാണിത്. അത് ഇനിയും തുടരാൻ പാടില്ല എന്ന് താൻ ഇസ്രായേൽ നേതൃത്വത്തെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചതായിട്ടും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി അത്തരമൊരു ആക്രമണം ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകില്ല എന്ന് കൃത്യമായിട്ട് തന്നെ ട്രംപ് പറയുന്നതിന്റെ അർത്ഥം ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് ഇനി മറ്റു രാജ്യങ്ങൾക്ക് നേരെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തണമെന്ന ഒരു നിർദ്ദേശവും മുന്നറിയിപ്പുമാണ് ട്രംപ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ വീണ്ടും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ, അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണെങ്കിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കും. പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. എന്തായാലും കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് 20 ദിവസത്തിലധികം പിന്നിട്ട് ഈ യുദ്ധം മാറുന്നതിന്റെ സൂചനയുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നത് തന്നെയാണ് ഇപ്പോഴും ഉത്തരം നൽകാൻ സാധിക്കുന്നത്. പക്ഷേ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെക്കുറെ തങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും എന്നൊരു സൂചന അമേരിക്ക നൽകുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇനിയും ഒരു 3-4 ആഴ്ചകളെങ്കിലും ഈ യുദ്ധം തുടർന്നെങ്കിൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറാൻ സാധിക്കൂ എന്നതാണ്. അതിന് ഇടയിലാണ് ഇപ്പോൾ ഒരു അമേരിക്കയുടെ പോർ വിമാനം വെടിവെച്ചിട്ടതായിട്ടുള്ള വാർത്ത ഇറാൻ നേതൃത്വം സ്ഥിരീകരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ US സെൻട്രൽ കമാൻഡ് രംഗത്ത് വന്നു. പക്ഷേ ആ വിമാനം പൈലറ്റ് പരിക്കേറ്റ ആശുപത്രിയിലാണ്. ആ വിമാനം സുരക്ഷിതമായി തന്നെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ താവളത്തിൽ തിരിച്ചെത്തി എന്നുകൂടി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവിധ തലങ്ങളിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുകയാണ്. ഈ ആക്രമണം ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്തും അതോടൊപ്പം തന്നെ ലോക സമാധാന രംഗത്തും അത് ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ സമിതിയും നിലവിലുള്ള സ്ഥിതിഗതികളിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്.